നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഭരിച്ച നെല്ലിന്റെ തുക അനുവദിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. അപ്പർ കുട്ടനാട് മേഖലയിൽ മാത്രം 32 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകർക്ക് തുക ലഭിക്കാത്തത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കും ഇടയാക്കുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളോട് കൃഷിവകുപ്പ് മുഖം തിരിക്കുകയാണെന്ന ആക്ഷേപവുമായി ഭരണാനുകൂല സംഘടനയായ കർഷക സംഘം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. 1,75,000 ഹെക്ടർ സ്ഥലത്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നെല്ലുൽപാദനം നടക്കുന്നത്. അത് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനമെടുക്കുമ്പോൾ ഉൽപാദന വർധനവ് ഉണ്ടാകണമെങ്കിൽ ഈ മേഖലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അശാസ്ത്രീയമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും പൂർണ്ണമായും പരിഹരിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഗവൺമെൻറ് വരണം എന്ന അഭിപ്രായമാണ് കർഷക സംഘത്തിനും കിസാൻ സഭയ്ക്കും ഉള്ളത്. 2014 മുതൽ 2017 വരെയുള്ള വർഷത്തെ പമ്പിംഗ് സബ്സിഡിയും മുടങ്ങിക്കിടക്കുകയാണ്. കോട്ടയം ജില്ലയിൽ മാത്രം 4 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യാനുള്ളത്. ഇതിൽ 1 കോടി രൂപ പുഞ്ച സ്പെഷ്യൽ ഓഫീസറുടെ അക്കൗണ്ടിൽ നൽകിയിട്ടുണ്ടെന്നും റവന്യൂ അധികാരികളുടെ കെടുകാര്യസ്ഥ മൂലമാണ് തുക വിതരണം ചെയ്യാത്തതെന്നും കേരള കർഷക സംഘം ആരോപിക്കുന്നു. നേരത്തെ മെത്രാങ്കായലിലെ രണ്ടാം കൃഷിയുടെ വിഷയത്തിലും CPIക്കെതിരെ കർഷക സംഘം രംഗത്തു വന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.